മൗണ്ട് പോയ സമയത്തും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്, നമ്മളുടെ നാട്ടിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമണറി എഡീമ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് കെട്ടുന്ന ഒരു രോഗം. ബ്രത്തെടുക്കാനും പറ്റത്തില്ല, ഭയങ്കര ചുമയായിരിക്കും, നിർത്താതെ ചുമച്ചുകൊണ്ടേയിരിക്കും, ചുമച്ച് നമ്മൾ രക്തം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. 7 ഭൂഖണ്ഡങ്ങളിൽ ഹയസ്റ്റ് പീക്സ് കയറിയത്. അതൊരു വലിയ എക്സ്പെഡീഷൻ ആയിരുന്നു. ലോകത്തിൽ തന്നെ 600ഓളം ആൾക്കാരെ ചെയ്തിട്ടുള്ളൂ. 700 കോടി ആൾക്കാരിൽ 600 പേരെ അത് ചെയ്തിട്ടുള്ളൂ. എത്ര മിനിസ്കൂളാന്ന് നോക്കാം. മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പുള്ള വൈറസുകൾ ഡീആക്ടിവേറ്റ് ആയിട്ട് കിടക്കും. നമ്മൾ ഈ വെള്ളം ഒരു 50-60 ഡിഗ്രി ആയിരിക്കും ഇവൻ ആക്റ്റീവ് ആവും. ഈവൻ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ആ അസുഖത്തിന് ലോകത്തിൽ ആർക്കും മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. എൻ്റെ യാത്രകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ഇൻറ്റേർണലായിട്ട് നമ്മളെ തന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആണോ, അത് നിങ്ങൾ നോക്കണം. ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും ഈ ഗാഡ്ജറ്റ് ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ബോധപൂർവ്വം മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്ന് ഞാൻ പറയും. നോർമൽ സീ ലെവലിൽ വന്നാലും നമുക്ക് മാറും. നമ്മൾ ഈ അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്ത് വളരെ പിന്നോട്ടായി. പക്ഷെ കയറണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു 10-12 പേരുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഒരു കൊച്ചു പയ്യനല്ലേ, അവൻ വന്നപ്പോൾ തന്നെ ആ ടീമുകാർക്ക് എല്ലാം സന്തോഷമായി. അവൻ്റെ കുസൃതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അത് ഓവർകം ചെയ്യുക എന്നില്ല. അത് നമ്മൾ അതും വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ സക്സസ് ആകാവുന്ന ആ സമയത്ത് ബ്ലഡ് ഛർദ്ദിച്ചുകൊണ്ട് തന്നെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അവസാനത്തെ 8000 മീറ്ററിന് മുകളിൽ ഇന്നത്തെ ഇൻഫാൻ എൻ്റർടൈൻമെൻറ്റ് എപ്പിസോഡിൽ എന്താ പറയുക, ഭയങ്കര സ്പെഷ്യലായിട്ടൊരു ആളാണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കേരളം മൊത്തം ഒന്ന് കറങ്ങണം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ 100,000 പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ സ്ട്രഗിൾസും എല്ലാം ആലോചിച്ച് നമ്മൾ വീട്ടിലിരിക്കുന്ന നമ്മൾ ഇങ്ങനെ ഒരാളെ ഇൻസ്റ്റയിലെ റീൽസിൽ ത്രൂ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നും. ഒരുപാട് യാത്രകൾ മുന്നോട്ട് ചെയ്യാനുണ്ട്, അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ലൈഫ് എന്നുള്ളതൊക്കെ തോന്നി ഞാൻ ഒരുപാട് ഇൻസ്പയർ ആയ വൺ ഓഫ് ദി പേഴ്സൺസ് ആണ്. സോ I have with us Sheikh Hassan Khan. Hi. Thank you. Hi. എന്തുണ്ട് വിശേഷം? എന്താണ് വിശേഷങ്ങൾ? അടുത്ത യാത്ര തുടങ്ങാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് എപ്പോഴാണ് ഇനി അടുത്ത യാത്ര? അത് ജനുവരിയിലാണ്. അപ്പോൾ ഈ ഡിസംബറിൽ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. എൻ്റെ ബുക്ക് റിലീസ് ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. അതുകൊണ്ട് യാത്രകളൊക്കെ സ്റ്റോപ്പാക്കി വെച്ചിരിക്കുകയാണ്. ജനുവരിയിൽ ആഫ്രിക്കയിലെ കിളിമഞ്ചാരോയിലേക്ക് പോകും. ഒരു ടീമുണ്ട്. 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ പോകുന്നത്. ഫെബ്രുവരിയിലാണ് എൻ്റെ ഒരു ഫേവറേറ്റ് എക്സ്പെഡീഷൻ വരുന്നത്. ഒരു സഹാറ ക്രോസിംഗ് ആണ്. സഹാറ മരുഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 10,000 കിലോമീറ്റർ റോഡിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതൊരു സർവൈവൽ ഒരു എപ്പിസോഡായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 60 ഡേയ്സ് സർവൈവൽ എക്സ്പെഡീഷൻ ആയിട്ടാണ്, ഒറ്റയ്ക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴികളൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വഴികളാണ്. തട്ടിക്കൊണ്ടു പോകുന്നവരും പിന്നെ കൊള്ളക്കാരന്മാരും പിന്നെ പൊളിറ്റിക്കൽ അൺസ്റ്റെബിലിറ്റിയും ഈ പാമ്പും പഴുതാരും ഒക്കെയുള്ള മരുഭൂമിയിലൂടെയാണ് പോകേണ്ടത്. ഇന്നലെ ഞാൻ നമ്മുടെ ഒരു സിറാത്ത് എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുണ്ടോ? ഇപ്പം ഫിലിം ഫെസ്റ്റിവലുള്ള മൂവിയാണ് സിറാത്ത്. ഞാൻ ആകസ്മികമായിട്ട് ആ മൂവി കാണുന്നത്. എനിക്ക് എൻ്റെ കഥ അറിയാമായിരുന്നു. അതും ഇതുപോലെ മരുഭൂമിയിലൂടെ പോകുന്ന യാത്രയാണ്, സഹാറയിലൂടെ പോകുന്ന യാത്രയാണ്. ഭയങ്കര എക്സ്പീരിയൻസ്. ആ മൂവി കണ്ട് ഇന്നലെ ഞാൻ ഭയങ്കര വീണ്ടും ഇൻസ്പയർഡ് ആയി. കാരണം ആ മൂവിക്കകത്ത് ഇവർ പോകുന്ന വഴിക്കൊക്കെ മൈൻ പൊട്ടി മരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ്. അത് കാണുമ്പോൾ കൂടുതൽ പോകാൻ തോന്നുന്നു. ഇല്ല, അത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, മൈൻ ഫീൽഡുകളുണ്ട്, നമ്മൾ അതും കൂടെ എന്താ പറയുക ഒഴിവാക്കി പോകണം. പിന്നെ നമുക്ക് എന്താ പറയുക, ഇപ്പം യാത്ര എല്ലാം ഡിഫിക്കൽട്ടി ആണല്ലോ. നമ്മളുടെ ഒരു കംഫോർട്ട് സോൺ വിട്ട് പുറത്തേക്ക് പോകുന്നതാണല്ലോ യാത്ര എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടം നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും ആണല്ലോ. എല്ലാ മനുഷ്യനും അത് തന്നെ. എനിക്കും അത് തന്നെ ഇഷ്ടം. നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ സേഫ്റ്റി, എവരിബഡി. പക്ഷേ നമ്മളത് എന്താ പറയുക, അതിനെ ഓവർകം ചെയ്ത് പുറത്തേക്ക് പോകുന്നത് ശരിക്കും ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാവാം, ചിലരുടെ ഇന്റേണൽ ഫോഴ്സ് കൊണ്ട് ഇൻഫ്ലുവൻസ് ആവാം. എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് നമുക്ക് മറ്റുള്ളവരുടെ ഒരു എന്താ പറയുക അവർ കാണിക്കുന്നത്, അല്ലെ അവരുടെ ഗ്ലാമർ, അല്ലെ അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ പോകുക. അതായിരിക്കും നമ്മുടെ ഇൻസ്പിറേഷൻ. അത് നമ്മുടെ ആ എക്സൈറ്റ്മെന്റ് പോയി. പക്ഷെ നമ്മുടെ ഇന്റേണലായിട്ട് നമുക്ക് ഈ യാത്രയല്ല, നമുക്കൊരു ആ യാത്രക്ക് ഒരു ലക്ഷ്യം കൂടെ വേണം. എവറി യാത്ര എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അതിന് ലക്ഷ്യം വേണം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ യാത്ര ഇൻഫിനിറ്റ് ആയിട്ട് മാറും. നിങ്ങൾ ഇൻഫിനിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഒന്നിന് പുറകെ ഒന്നായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് യാത്ര എന്ന് പറയുന്നത് പലപ്പോഴും പല ആൾക്കാരും ഒന്നെങ്കിൽ രാജ്യങ്ങൾ കൗണ്ട് ചെയ്തായിരിക്കും പോകുന്നത്. എനിക്ക് ഇത്ര രാജ്യം ചെയ്തു പറയാനും കൂടിയായിരിക്കും, പിന്നെ ഇത്ര ഫോട്ടോസ്, ഇത്ര വീഡിയോസ്. പക്ഷെ അതായിരിക്കരുത്. ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അതിനൊരു ഒരു എയിം ഉണ്ടായിരിക്കും, ഒരു തീം ഉണ്ടായിരിക്കണം ലൈഫിൽ. ഞാനിപ്പം ചെയ്തത് ആദ്യം മൗണ്ട് എവറസ്റ്റ് ചെയ്തു. അത് ചെയ്തപ്പോൾ നമുക്ക് വേറെ എന്താ പറയുക, പിന്നീട് എന്താ ചെയ്യുന്നുള്ള
ഒരു കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ആദ്യം മൗണ്ട് എവറസ്റ്റ് ചെയ്യുക എന്നേ ഉള്ളായിരുന്നു. അതിനുശേഷമാണ് 7 ഭൂഖണ്ഡങ്ങളിലെ ഹയസ്റ്റ് പീക്സ് കയറിയത്. അതൊരു വലിയ എക്സ്പെഡീഷൻ ആയിരുന്നു. ലോകത്തിൽ തന്നെ 600ഓളം ആൾക്കാരെ ചെയ്തിട്ടുള്ളൂ. 700 കോടി ആൾക്കാരിൽ 600 പേരെ അത് ചെയ്തിട്ടുള്ളൂ. എത്ര മിനിസ്കൂളാന്ന് നോക്കാം. അത് ചെയ്യാൻ പറ്റി ഭാഗ്യത്തിൽ. അത് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചേ, എന്തായിരുന്നു അതിലോട്ടുള്ള ഇൻസ്പിറേഷൻ? അതിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായിട്ടുള്ള ഒരു ജേർണി ആയിരിക്കുമല്ലോ. ആദ്യത്തെ മലയാളിയല്ലേ 7 ഭൂഖണ്ഡങ്ങളിലെ ഒരു മലയാളിയെ കയറിയിട്ടുള്ളൂ. ഒരു മലയാളിയെ കയറിയിട്ടുള്ളൂ. അപ്പം ആ ഒരു അതെനിക്ക് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നതൊക്കെ എപ്പോഴാണ്? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സുക്കർബർഗ് പറയുന്ന പോലെ തന്നെ ഫേസ്ബുക്ക് പുള്ളിക്കാരൻ തുടങ്ങിയ സമയത്ത് ഇത്രയും വലുതാവുമെന്നും പുള്ളിക്കാരൻ അറിയത്തില്ലായിരുന്നു. പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ഞാൻ എൻ്റെ മൗണ്ടനറിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മൗണ്ടനറിങ് കോഴ്സ് പഠിച്ചോണ്ടാണ്. ബേസിക് മൗണ്ടനറിങ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് 2018 ആ സമയത്ത് ഒരു കോഴ്സ് പഠിച്ചോണ്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ എവറസ്റ്റ് കയറുമെന്നോ 7 സമ്മിറ്റ് കയറുമെന്നോ എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ എനിക്കതൊരു പാഷൻ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടാണ് ഞാൻ ആ കോഴ്സിൽ ജോയിൻ ചെയ്തത്. ആ പാഷൻ പെർസ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന്, ഞാൻ പറഞ്ഞ പോലെ ഉള്ളിൽ നിന്ന് വന്ന ഒരു ആഗ്രഹം ആയതുകൊണ്ട് അതിന് ഞാൻ എൻ്റെ ബോഡിയും മൈൻഡും എല്ലാം കഠിനമായ രീതിയിൽ ശ്രമിച്ചു. ഞാനൊരു സർക്കാർ ജോലിക്കാരനാണ്, സെക്രട്ടേറിയറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 3 വർഷമായിട്ട് ലീവിലാണ്. അപ്പോൾ ലീവ് എടുത്ത ആൾക്കാർ പൈസ ഉണ്ടാക്കുന്ന ജോലികളാണ് ചെയ്യുന്നത്. ഞാൻ ഇതുപോലത്തെ എക്സ്പെഡീഷൻസ് ആണ് ചെയ്യുന്നത്. കിട്ടുന്ന സന്തോഷം സന്തോഷം മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു മിഷൻ എനിക്ക് അങ്ങനെയാണ്. ഒരു മിഷൻ അല്ലെ ഒരു പ്രൊജക്റ്റ് നമ്മളെടുത്ത് അതിനെ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ സാറ്റിസ്ഫാക്ഷൻ ഓരോ യാത്രകളിലും ഓരോ മിഷൻ സെറ്റ് ചെയ്ത് അങ്ങനെ ഞാനാ പറഞ്ഞത്. നമ്മൾ വെറുതെ ഇപ്പം ഞാൻ യാത്ര ചെയ്യണമെന്ന് വിചാരിച്ച് യാത്ര ചെയ്ത് ചുമ്മാ എവിടെയെങ്കിലും സഹാറ പോവല്ലേ, നോക്കി കാണുന്ന മിഷൻ എന്താ? സഹാറ എന്ന് പറയുന്നത് സഹാറ ക്രോസിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സഹാറയെ ഈസ്റ്റിൽ നിന്ന്, സഹാറ മരുഭൂമി ഭയങ്കര വൈഡാണ്. ആഫ്രിക്കയുടെ നോർത്തേൺ പാർട്ട് മുഴുവൻ ഏകദേശം 90% സഹാറ മരുഭൂമിയാണ്. അതിൻ്റെ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ഒരു ക്രോസിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പണ്ട് ക്യാരവാനൊക്കെ പോയിരുന്ന റൂട്ടാണ്. കൊടും മരുഭൂമികളുടെ നടുവിലൂടെ തന്നെയുള്ള യാത്രയാണ്. അപ്പോൾ എനിക്ക് അവിടെ ഒന്ന് പ്രശ്നം എന്ന് വെച്ചാൽ, ഈ രാജ്യങ്ങളിലൂടെ പോകുമ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അവിടുത്തെ ഭക്ഷണം എങ്ങനെയാണ് നമ്മൾ പഠിക്കണം, എങ്ങനെ താമസിക്കാൻ പറ്റും, എങ്ങനത്തെ ആൾക്കാർ, എന്ത് ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതൊക്കെ നമ്മൾ ആദ്യം പഠിച്ചാൽ മാത്രമേ നമുക്ക് എവിടെ പോകും. ആദ്യമേ ബേസിക്കലി നമ്മൾ തിരിച്ചു വരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സേഫ്റ്റി ഈസ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ആദ്യം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാം നമ്മൾ പഠിക്കണം. മൗണ്ടനിൽ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്ന് വെച്ചാൽ 10,000 കിലോമീറ്ററാണ്. അവിടുത്തെ വെതർ പഠിക്കണം. കൊടുങ്കാറ്റുകളൊക്കെ എവിടെയൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് പഠിക്കണം. ഏതൊക്കെ പോർഷനാണ് മൗണ്ടൻസ് എന്ന് പഠിക്കണം. അതിനുശേഷമാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ പിന്നെ ആ ഗ്രൗണ്ടിലോട്ട് കാല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു നോട്ടമില്ല. നമ്മൾ മുന്നോട്ട് പോകായിരിക്കും. ആദ്യം നമ്മളെല്ലാം പ്ലാൻ ചെയ്തല്ലോ. പക്ഷേ ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും ഈ യാത്രയിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ ഈ പ്ലാൻ ഒരിക്കലും നടക്കത്തില്ല. അതാണ് എൻ്റെ യാത്രകളുടെ പ്രധാന പ്രത്യേകത. ഏത് മൗണ്ടൻ എക്സ്പെഡീഷനും ആയിക്കോട്ടെ. അതിൽ നിന്ന് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് വെച്ചാൽ, ആ ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് എന്താ പറയുക വീണ്ടും തിരിച്ച് നമ്മൾ സക്സസിലേക്ക് എത്തുന്നത്. ഇതൊക്കെ ഓരോ ചെറിയ നമുക്ക് കുറെ ആൾക്കാർ കുറച്ച് ദൂരം പോയിട്ട് തിരികെ വരുന്നതിന്റെ കാരണം അത് തന്നെയായിരിക്കും. അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അവരുടെ മോട്ടിവേഷൻ കഴിയുന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു വൈ യു ആർ ഡൂയിങ് ഇറ്റ്, ആ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ശക്തമാണെങ്കിൽ അതിനെനിക്കൊരു ഉത്തരവുണ്ട്. അതെനിക്ക് എല്ലാവരും പറയാൻ പറ്റത്തില്ല. അത് പറഞ്ഞ് എനിക്ക് അത് മോട്ടിവേഷൻ പോകും. അപ്പം ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എൻ്റെ ഉള്ളതുകൊണ്ട് എനിക്കറിയാം ഞാൻ എന്തിനാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ അപകടകരമായ സിറ്റുവേഷൻ ആണ്, ചിലപ്പോൾ നമ്മൾ തിരിച്ചു വന്നിരിക്കും. ഞാൻ പറഞ്ഞത് സേഫ്റ്റി ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല, എനിക്കിത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മരുഭൂമിയിലെ കാര്യം ഇപ്പോൾ പോകുമ്പോൾ പോയാലേ നമുക്ക് അറിയത്തുള്ളൂ. മൗണ്ടൻസിൽ നമ്മൾ പലപ്പോഴും അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എവറസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്, ദെനാലി നോർത്ത് അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ നമുക്ക് ചിലപ്പോൾ എസ്കേപ്പ് ചെയ്ത് വരാൻ പറ്റത്തില്ല. കൊടുങ്കാറ്റൊക്കെ അടിക്കുന്ന അവസ്ഥയിലായിരിക്കും. ദെനാലി ഞാൻ പോയപ്പം ഇപ്പം ജൂലൈയിൽ പോയപ്പോൾ 4 days ബ്ലിസാർഡ് എന്നാണ് പറയുന്നത്. ഹിമക്കാറ്റിൽ പെട്ടുപോയി. അത് വീണ്ടും കുറച്ച് ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ മരിച്ചു പോയത്. നമ്മുടെ ഭക്ഷണമൊക്കെ കുറഞ്ഞായിരിക്കും മരിക്കുന്നത്. നമ്മൾ മേളിലോട്ട് പോകുമ്പോഴത്തേനും താഴേക്ക് പോകുമ്പോഴത്തേനും നമ്മളെ ആർക്കും ഒന്ന് രക്ഷപ്പെടുത്താനും പറ്റത്തില്ല. സിറ്റുവേഷൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? വെറുതെ മിണ്ടാതിരിക്കുക. നമ്മൾ ആ ഒരു ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും നിങ്ങളെ എഫേർട്ട് എടുത്ത് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വരുന്ന ഒരു. ഇല്ല, അതിന് ഡിസപ്പോയിന്റ്മെന്റ് നമ്മൾ വിചാരിച്ച കാര്യമില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇതൊരു ഒരു എക്സ്പെഡീഷനാണ്. എക്സ്പെഡീഷൻ സക്സസ് ആവാം, ഫെയിൽ ആവാം. അപ്പോൾ നമ്മൾ സക്സസ് ആക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം ലൈഫും ഡെത്തും തമ്മിലുള്ളൊരു കളിയാണ്. ഒരു സിറ്റുവേഷൻ നമുക്ക് തിരിച്ചു വന്നേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ നമ്മൾ വന്നേ പറ്റൂ. വീണ്ടും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാന്നേ ഉള്ളൂ. ഇപ്പോൾ എവറസ്റ്റ് തന്നെ 30 പ്രാവശ്യം എങ്ങാണ്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് 1953 ടെൻസിംഗ് ഹിലാരിയും കൂടെ അതിന് മുകളിലെത്തി. എത്രയോ എക്സ്പെഡീഷൻ, 100 കണക്കിന് എക്സ്പെഡീഷൻ 1923 തൊട്ട് സ്റ്റാർട്ട് ചെയ്താ. 33, 43, 53 30 വർഷം ശ്രമിച്ചിട്ടാണ് എവറസ്റ്റിന്റെ മുകളിൽ ആൾക്കാർ എത്തുന്നത്. അപ്പം നമ്മൾ അങ്ങനെ വിചാരിച്ച കാര്യമില്ല. ലൈഫിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാവരും എക്സ്പേർട്ടുകളൊന്നും അല്ലല്ലോ, എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്.
അപ്പോൾ നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്ന അവിടെ വരെ പോവുക, മാക്സിമം പുഷ് ചെയ്യുക. പക്ഷെ ബിയോണ്ട് ദ ലിമിറ്റ്സ് പുഷ് ചെയ്താൽ ചിലപ്പോൾ നമ്മളില്ലാതായി പോകും. നമ്മുടെ ലൈഫ് തന്നെയാണ് ഏറ്റവും അതെ important. അതെ. ഇപ്പം ഈ 7 കൊടുമുടികൾ കയറിയല്ലോ, അപ്പോൾ ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഏത് കൊടുമുടി കയറാനായിരിക്കും? കൂടുതൽ സമയം എടുത്തത്, കൂടുതൽ പ്രിപ്പറേഷൻ, അവിടെ ചെന്നപ്പോൾ വിചാരിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടായതും അതൊക്കെ ഏതായിരിക്കും? അത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഏറ്റവും പ്രിപ്പയർഡ് ആയിട്ട് പോയത് മൗണ്ട് എവറസ്റ്റ് തന്നെയാണ്. മൗണ്ട് എവറസ്റ്റിൽ പോകാൻ വേണ്ടിയാണല്ലോ എൻ്റെ ഈ മൊത്തം പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തത്. മൗണ്ട് എവറസ്റ്റിൽ പോകാൻ ഏകദേശം 4 വർഷത്തോളമുള്ള ട്രെയിനിങ്, ബേസിക്, അഡ്വാൻസ്, പിന്നെ സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന കോഴ്സ്, പിന്നെ കിളിമഞ്ചാരോ, പിന്നെ ഇന്ത്യയിലെ കുറച്ച് പീക്സൊക്കെ കയറിയിട്ടാണ് മൗണ്ട് എവറസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത്. മൗണ്ട് എവറസ്റ്റ് പോയ സമയത്തും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്, നമ്മളുടെ നാട്ടിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമണറി എഡീമ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് കെട്ടുന്ന ഒരു രോഗം. ബ്രത്തെടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര ചുമയായിരിക്കും, നിർത്താതെ ചുമച്ചുകൊണ്ടേയിരിക്കും, ചുമച്ച് നമ്മൾ രക്തം ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും, രക്തം തുപ്പിക്കൊണ്ടേയിരിക്കും. ആ ഒരു അസുഖം വന്നു 30 ദിവസം കഴിഞ്ഞപ്പോൾ. 60 ദിവസമായി എക്സ്പെഡീഷൻ. അപ്പോൾ അത് പിന്നെ എങ്ങനെ കണ്ടിന്യൂ ചെയ്യും? അവിടെയാണ് ഞാൻ പറയുന്ന നമ്മുടെ ഉൾവിളി വരുന്നത്. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് ബ്രേക്ക് ചെയ്യാമായിരുന്നു, സിമ്പിളായിട്ട് എനിക്ക് പരിപാടി നിർത്താമായിരുന്നു, തിരിച്ചു വരാമായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു എനിക്ക് കയറണം എന്നുള്ള ഒരു ത്വരയുള്ളത് കൊണ്ട് മാത്രം ഞാൻ വീണ്ടും ആ ഒരു ഹൈറ്റിൽ നിന്ന് താഴെ വന്ന് കുറച്ച് ദിവസം താമസിച്ച് വീണ്ടും തിരിച്ച് അറ്റംപ്റ്റ് ചെയ്യുമായിരുന്നു. തിരിച്ച് അറ്റംപ്റ്റ് ചെയ്ത സമയത്ത് ബ്രെയിൻ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്, ഒരു ഗ്യാപ്പ് എടുത്തിട്ട് തിരിച്ച് കയറണം എന്നൊക്കെയുള്ള ഒരു ആ സമയത്ത് ബ്രെയിൻ വർക്ക് ചെയ്യത്തില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ബ്രെയിനിന്റെ വർക്കിംഗ് വളരെ കുറയും. കാരണം ലോ ഓക്സിജനാണ് നമുക്ക് തലയിലേക്ക് ചെല്ലുന്നത്, ബ്രെയിനിലേക്ക്. അപ്പം നമുക്ക് ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള നമ്മളുടെ കപ്പാസിറ്റി പോകും. പിന്നെ നമ്മളെ ഇൻസ്റ്റിങ്ക്റ്റുകളായിരിക്കും മിക്കവാറും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഭാവമാണോ, രൗദ്രമാണോ, വീവത്സമാണോ എന്നുള്ള അതനുസരിച്ചായിരിക്കും നമ്മൾ പെരുമാറുന്നത്. ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരോട് വരെ നമ്മൾ വീടായിട്ട് പെരുമാറും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ അത്ര ഒരു രൗദ്രഭാവമുള്ള ഒരാളല്ല, ശാന്തതയാണ് എൻ്റെ ഒരു. അങ്ങനെ ചിലർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഷൗട്ടൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞില്ല, അവിടെ നമുക്ക് ബ്രെയിൻ കൊണ്ട് ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പം ചാടും, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം സമാധാനമായിട്ടൊന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം പറഞ്ഞെങ്കിൽ നമുക്ക് ലോ ആൾട്ടിറ്റ്യൂഡിൽ വരണം. നമുക്ക് ആരോഗ്യം വീണ്ടും റീജുവനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് ലോ ആൾട്ടിറ്റ്യൂഡിൽ വരണം. അങ്ങനെ ഞാൻ ബേസ് ക്യാമ്പിന്, എവറസ്റ്റിന്റെ ക്യാമ്പ് 3 തിരിച്ച് ബേസ് ക്യാമ്പിനും താഴെ ഒരു നാംചെ ബസാർ പറഞ്ഞ സ്ഥലമുണ്ട്, 3440 മീറ്റർ. അവിടെ വന്ന് ഒരു 1.5-2 ആഴ്ച താമസിച്ചാലാണ് ശരിക്കും എനിക്ക് വീണ്ടും ഒന്നുകൂടെ റീജുവനേറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് മേളിലേക്ക് പോകുന്നത്. പിന്നീട് ബുദ്ധിമുട്ട് വന്നിരുന്നോ? വീണ്ടും വരും. നമുക്ക് ഈ അസുഖം മാറണമെങ്കിൽ നമ്മൾ നമ്മുടെ നോർമൽ സീ ലെവലിൽ വന്നാലേ നമുക്ക് മാറത്തുള്ളൂ. നമ്മൾ അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്ത് വളരെ പിന്നോട്ടായി. പക്ഷെ കയറണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. പോകുന്ന വഴിക്ക് നമുക്ക് ഓരോ പോയിന്റ് ടു പോയിന്റ്, ഓരോ ക്യാമ്പ് ടു ക്യാമ്പ് ഇത്ര സമയത്തുള്ളിൽ നടന്നു കയറണം. ഇല്ലെങ്കിൽ നമുക്കും പ്രശ്നമാണ്, നമ്മുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഷെർപ്പയ്ക്കും പ്രശ്നമാണ്, അവിടുത്തെ ആൾക്കാർക്കും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് കമ്പനി തന്നെ നമ്മളെ സമ്മതിക്കത്തില്ല നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ആ ഒരു ഇത്ര സമയത്തുള്ളിൽ ഇത് കടന്നിരിക്കണം. ഇല്ലെങ്കിൽ കൊടുങ്കാറ്റുണ്ടാവാം, ഹിമപാതം ഉണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം. സൂര്യൻ ഒരുപാട് ഉദിച്ചു കഴിഞ്ഞാൽ മഞ്ഞുരുകിയിട്ട് വലിയ വലിയ മഞ്ഞുകട്ടകൾ മേളിൽ താഴോട്ട് വീഴും. അപ്പോൾ ചിലപ്പോൾ രാത്രിയായിരിക്കും നമ്മൾ കയറുന്നത്, ഈ തണുപ്പ് വളരെ കൂടുതലായിരിക്കുന്ന സമയത്ത്. അപ്പോൾ ആ രാവിലെ ഒരുപാട് വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന പോയിന്റിൽ എത്തണം. ഇതൊക്കെ ഓരോ കൺസ്ട്രെയിൻസാണ്. നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ പരിപാടി മുഴുവൻ തെറ്റും. നമുക്ക് ഹെൽത്ത് കൃത്യമായിട്ടില്ലെങ്കിൽ നമുക്ക് സ്പീഡിൽ നടക്കാൻ പറ്റത്തില്ലല്ലോ. സ്പീഡ് മീൻസ് ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞായിരിക്കും അടുത്ത സ്റ്റെപ്പ് വെക്കുന്നത്. അതാണ് അവിടുത്തെ സ്പീഡ്. അതുപോലും നമുക്ക് വെക്കാൻ പറ്റത്തില്ല. നിങ്ങളിപ്പം ചെറിയ രീതിയിൽ ട്രക്കിംഗ് ഒക്കെ ഇവിടെ തന്നെ അഗസ്ത്യാർ റോഡൊക്കെ പോകുന്നവർ, ചിലപ്പം വിദേശത്തെ ആൾക്കാരൊക്കെ പോകുകയാണെങ്കിൽ അവരൊരു ഗ്രൂപ്പായിട്ടായിരിക്കും പോകുന്നത്. അവരൊരു 10 പേരുണ്ട്, 10 പേര് ഫ്രണ്ടിൽ ഒരു ഗൈഡ് കാണും. ഇവർ റോബോട്ടുകൾ ഇങ്ങനെ നടക്കുന്ന പോലെ ഓരോ കാല് വെച്ച് അവരുടെ ഒരേ സ്പീഡിൽ നടക്കും. നമ്മുടെ ആൾക്കാരങ്ങനെ നടക്കത്തില്ല. നമ്മുടെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ല, ആ ഒരു ഡിസിപ്ലിൻ നമുക്കില്ല. അപ്പോൾ നമ്മൾ നിൽക്കും, ടീം മുന്നിൽ പോവും. മറ്റൊരു ടീം ഗെയിമായിട്ടാണ് കളിക്കുന്നത്. വിദേശത്തെ ആൾക്കാർക്ക് മൗണ്ടനറിങ്ങും എക്സ്പെഡീഷൻസും യാത്രയ്ക്ക് ടീം ഗെയിമാണ്. ടീമിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ നിൽക്കും. പക്ഷെ ആ ഒരാൾ ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു പ്രിപ്പയർഡ് ചെയ്തിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരുന്നത്. എല്ലാവരുടെയും യാത്ര കുളമാവും. അങ്ങനെ ചെയ്യത്തില്ല അവർ. അപ്പോൾ നമ്മുടെ ആൾക്കാർ ഈ പോകുന്ന വഴിക്ക് എന്താ പറയുക, അനാവശ്യമായിട്ട് നിൽക്കുകയും അനാവശ്യമായിട്ട് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൺസിസ്റ്റൻസി ഇല്ല. നമുക്ക് ആ ഒരു എന്താ പറയുക, ടീം ഗെയിം വളരെ കുറവാണ് മൗണ്ടനറിങ്ങിൽ. പക്ഷേ വിദേശത്തെ ആൾക്കാരുടെ കൂടെ പോകുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ടീം കംഫർട്ടായിട്ട്. കാരണം നമുക്ക് ആ ഒരു ഈ പറഞ്ഞ ടൈമിങ് അവർ കൃത്യമായിട്ട് പാലിക്കും. അപ്പോൾ എനിക്ക് എവറസ്റ്റിൽ ഇത് പാലിക്കാൻ പറ്റിയില്ല.
എവറസ്റ്റിന്റെ മുകളിലോട്ട് ഗ്രൂപ്പായിട്ടല്ല പോകുന്നത്. പക്ഷെ എന്നാലും ഒരു 3-4 പേര് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ടായിരിക്കും കമ്പനി വിടുന്നത്. 2-3 ടീമായിട്ട് സ്പ്ലിറ്റ് ആയിരിക്കും. പക്ഷേ ഏതെങ്കിലും ടീമിന്റെ കൂടെ നിൽക്കണം, കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഹെൽപ്പ് കിട്ടുമല്ലോ. പക്ഷെ എനിക്ക് അതിന് പറ്റിയില്ല ആദ്യമേ തന്നെ. അപ്പൊ നെക്സ്റ്റ് രണ്ടാമത് വന്ന സമയത്ത് ഇവർ പറയുന്നുണ്ട് ഇത്ര സമയത്തുള്ളിൽ കയറിയില്ല നിങ്ങളുടെ എക്സ്പെഡിഷൻ ക്യാൻസൽ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര കൺസ്ട്രെയിൻസ് ആണ്, എനിക്ക് എത്താൻ പറ്റുമോ ഇല്ലയോ. പിന്നെ എൻ്റെ ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് ഞാൻ അങ്ങ് മേളിലേക്ക് പോയതാണ്. നമ്മൾ ഈ പിന്നീട് കൂടെ ആൾക്കാരുണ്ടായിരുന്നോ അതോ നിർത്തി ഒറ്റയ്ക്ക് തന്നെയാണോ പിന്നീട്? ചില സ്ഥലത്തൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് പോയത്. കാരണം എൻ്റെ ഷെർപ്പ അവസാനം അങ്ങർക്ക്, ഈ ഷെർപ്പമാർ നല്ല പവറുള്ള ആൾക്കാരാണ്, അവർക്ക് നമ്മുടെ കൂടെ ഒരുപാട് അങ്ങനെ സ്ലോ ആയിട്ട് നടക്കാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ. അപ്പൊ അവര് ചിലപ്പോൾ അങ്ങ് ഒരുപാട് ദൂരെ പോയി നിന്നിട്ടായിരിക്കും നമ്മളെ നോക്കും. നമ്മളവിടെ എത്താൻ തന്നെ 2 മണിക്കൂറൊക്കെ പിടിക്കും. അതായത് മലയുടെ മേളിൽ കയറി നിൽക്കുക, അവർ സ്പീഡിൽ പോകും. നമുക്ക് എനർജി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ അവസ്ഥ എനിക്ക് എവറസ്റ്റിലുണ്ടായിരുന്നു. പിന്നെ അത് ഓവർകം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്യുക എന്നില്ല, അതും വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ സക്സസ് ആകാവുന്ന ആ സമയത്ത് ബ്ലഡ് ഛർദ്ദിച്ചുകൊണ്ട് തന്നെ ഞാൻ പൊക്കോണ്ടിരുന്നത്. അവസാനത്തെ 8000 മീറ്ററിന് മുകളിൽ. പക്ഷേ ജീവൻ അപകടം എന്ന രീതിക്ക് വരുമോ? അത് ജീവൻ അപകടം എന്നുള്ള രീതിയിൽ തന്നെ. കാരണം വീണ്ടും നമ്മൾ മേളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഓക്സിജൻ വീണ്ടും കുറയുക ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നമ്മളുടെ ഹെൽത്ത് ഡിറ്റീരിയോറേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പരിപാടി വെച്ചാൽ തിരിച്ചിറങ്ങുക എന്നുള്ള. പക്ഷെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ തിരിച്ച് ഞാൻ പറയുകയാണ്, ആ സമയത്ത് എനിക്ക് എങ്ങനെ ഇതിന് മേളിൽ എത്തിയാൽ മതി എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. കാരണം ഒരു 45 ലക്ഷം രൂപയുടെ ചിലവുണ്ട്. അത് ഏകദേശം 40 ലക്ഷം രൂപ ഞാൻ കടമെടുത്താൽ പോയിരിക്കുന്നത്. പിന്നെ എൻ്റെ 5 വർഷത്തെ ഒരു കഠിനാധ്വാനം അത് ഞാൻ 2022 തന്നെ എനിക്ക് കയറണമായിരുന്നു. കാരണം ഇന്ത്യയുടെ 75ാമത് സ്വാതന്ത്ര്യ വാർഷികത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക എവറസ്റ്റിന്റെ മുകളിൽ പറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പദ്ധതി മുഴുവൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് അന്ന് ആ വർഷം കയറിയില്ലേ പിന്നെ എൻ്റെ ഈ എക്സ്പെഡീഷൻ കൊണ്ട് ഒരു ഗുണവുമില്ല. 76ാമത്തെ വർഷത്തിൽ കയറിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ വലിയ ദേശീയ പതാകയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇന്ത്യയുടെ പ്രൈഡ് കാണിക്കുന്ന രീതിക്കാണ് അത് അവിടെ കൊണ്ട്. ഇന്ത്യയുടെ പ്രൈഡ് മാത്രമല്ല, നമ്മൾക്കൊരു ഒരു ലൈഫിൽ പറയാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ്. അപ്പം അതുകൊണ്ട് 2022 തന്നെ എനിക്ക് കയറിയേ പറ്റൂ. അവിടെ ഹെൽത്തും എനിക്കില്ല, തിരിച്ചു വരുമ്പോൾ എനിക്കൊരു വെൽത്തും ഇല്ലാത്തൊരവസ്ഥ വരാൻ എൻ്റെ മൈൻഡ് സമ്മതിച്ചില്ല. അതുകൊണ്ട് എൻ്റെ ബ്രെയിൻ ഷട്ട് ഡൗൺ ആയിട്ടും എൻ്റെ ഈ ഉള്ളിലെ മനസ്സ് മേളിലേക്ക് കയറാൻ തന്നെയാണ് പറഞ്ഞത്. എവിടെയോ കുറച്ച് ബ്രെയിൻ വർക്ക് ചെയ്തെന്ന് തോന്നുന്നു. ബ്രെയിൻ വർക്ക് ചെയ്തില്ല. ബ്രെയിൻ വർക്ക് ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, ബ്രെയിൻ വർക്ക് ചെയ്താൽ നമ്മൾ മേലോട്ട് പോകാൻ അനുവദിക്കത്തില്ലല്ലോ. ബ്രെയിൻ എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ. നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന കാര്യം ബ്രെയിൻ സമ്മതിക്കത്തില്ല. പോകുന്ന വഴിയിൽ ഇങ്ങനെ എവിടേക്കും ആലോചിച്ചില്ലേ വെൽത്തിന്റെ കാര്യം, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ കയറി, എനിക്ക് കയറണം. അത് ആ ഒരു മോട്ടീവ് നമ്മുടെ മനസ്സിൽ. പിന്നെ അത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്, പിന്നെ ബ്രെയിനിൽ നിന്നല്ല വരുന്നത്, ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. മേലോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ ഈ ഭക്ഷണമൊന്നും കഴിക്കാനൊന്നും പിന്നെ പറ്റിയില്ല. അപ്പം അങ്ങനെ നമ്മുടെ മസിൽസ് എല്ലാം നഷ്ടപ്പെട്ട് അവസാനം മസിലിൽ നിന്നായി ഇവർ എനർജി എടുത്തുകൊണ്ടിരുന്ന ബോഡി മസിലൊക്കെ ഭയങ്കരമായിട്ടും വീക്കായി, പെൻസിൽ പോലായി ഞാൻ തിരിച്ചു വന്ന സമയത്ത്. അപ്പം കാരണം ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നമുക്ക് വിശപ്പ് തോന്നത്തില്ല, അസുഖമാണ്, നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, വായ്ക്ക് രുചി കാണത്തില്ല, ഭക്ഷണം നല്ല രീതിയിൽ വേവത്തില്ല, ഭക്ഷണമേ ഇല്ല. അപ്പം പുറത്തുനിന്ന് കാണുന്ന അത്ര ഗ്ലാമർ ഉള്ള പരിപാടി അല്ല. വിദേശത്തുള്ള ആൾക്കാർ കുറച്ചും കൂടെ ഒക്കെ പ്രിപ്പയർഡ് ആയിട്ട് അവർ പ്രത്യേകതരം പ്രോട്ടീൻ ബാറുകളോ അതും ഇതൊക്കെ ഉണ്ട്. നമുക്കൊന്നും ഇവിടെ അവൈലബിളും ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നത് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന്. അവരുടെ പല കീശയിലും ഈ സാധനങ്ങളൊക്കെ ഇട്ടിരിക്കും. പറഞ്ഞൊക്കെ എടുത്ത് കടിച്ചാൽ മതി, അവർക്ക് ചിലപ്പോൾ ഒരു 3 മണിക്കൂർ നടക്കാൻ എനർജി കിട്ടും. നമ്മൾ വെയിറ്റുള്ള സാധനമൊക്കെ നമുക്ക് തൂക്കിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. നമുക്ക് ആകെ ഏറ്റവും എനർജി ആയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈന്തപ്പഴമൊക്കെയാണ്. ഈന്തപ്പഴം എത്ര നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് പുറത്തിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം ഐസായി പോയതല്ല. നമ്മൾ എന്ത് സാധനം, ഈവൻ ക്യാമറയുടെ ബാറ്ററി ആണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ബോഡിയോട് ചേർത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഹീറ്റ് കിട്ടത്തില്ല. ഹീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ അവിടെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ ചോക്ലേറ്റോ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ബോഡി ഇപ്പോൾ 5-6 ലെയർ കാണും. ലെയറിലാണ് ഡ്രസ്സ് ചെയ്യുന്നത്, ഒരു ഡ്രസ്സല്ല ഇടുന്നത്. ഇതിൻ്റെ മണ്ടക്കൊന്ന്, അതിൻ്റെ മണ്ടക്കൊന്ന്, പല പർപ്പസ് ഉള്ള സാധനം. ഏറ്റവും അവസാനം അടിയിലത്തെ ലെയറിനകത്തായിരിക്കും നമ്മൾ ഈ ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊക്കെ വെക്കുക. ബോഡിക്കകത്ത് മുഴുവൻ ഇങ്ങനെ സാധനങ്ങളായിരിക്കും നമ്മൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു അന്റാർട്ടിക്കയിലെ പൂ ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ വ്യൂ കണ്ടുകൊണ്ടിരുന്ന് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്ന ഒരു അടിപൊളി വ്യൂ, ഫുൾ ഐസൊക്കെ ആയിട്ട്. അപ്പോൾ അത് ആദ്യമായിട്ട് കണ്ടപ്പോൾ ഉള്ളൊരു ഇതെന്തായിരുന്നു, ഭയങ്കര വേറെ ഒരു വെറൈറ്റി കോൺസെപ്റ്റ്. നമുക്ക് ഇവിടെ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, അതിനെ പറ്റിയെന്ന് പറയാമോ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റീൽ വേഴ്സസ് റിയൽ ലൈഫ് എന്ന് നമ്മൾ പറയും. എനിക്ക് മനസ്സിലായ കാര്യം, റീലിനകത്ത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോൾ 10 വർഷമായാലും വന്നിട്ട് അതിനകത്ത് കാണിക്കാൻ 99% സാധനങ്ങളും ഫേക്കാണ്. കാരണം ഞാനൊരു എക്സൈറ്റ്മെന്റ് അവിടെ കാണിക്കുന്നതാണ് ബേസിക്കലി, ആ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഞാൻ 24 മണിക്കൂർ ഈ വ്യൂ കണ്ടോണ്ടിരിക്കുകയാണല്ലോ അവിടെ. എനിക്ക് ബാത്റൂമിൽ പോകുമ്പോൾ മാത്രമല്ലല്ലോ, ഞാൻ ടെന്റിൽ അവിടെ താമസിക്കുന്നത്. പുറത്തോട്ട് തിരിഞ്ഞാലും പറഞ്ഞാലും എല്ലാം ഈ വ്യൂ ആ. അപ്പൊ ഞാനവിടെ അഭിനയിക്കുകയാണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ റീൽ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകത്തോളം കാലം എല്ലാം അഭിനയമാണ്, എവ്രിതിങ്.
അപ്പോൾ അവിടെ എനിക്ക് നിങ്ങളെ കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുമ്പോൾ ഓക്കെ ഇറ്റ്സ് വ്യൂ. പക്ഷെ ആസ് ഫാർ ആസ് എനിക്ക് ഞാൻ എപ്പോഴും കാണുന്ന എനിക്കൊരു പ്രത്യേകത ഇല്ല. മാത്രമല്ല കൊടും തണുപ്പാണ്. നമ്മൾ ഈ ബാത്റൂമിൽ ഇരിക്കണമെങ്കിൽ ഊരി ഇരിക്കണ്ടേ, അപ്പൊ അടിയിൽ നിന്നൊരു കാറ്റടിക്കും. ഇത് അടിച്ചു കഴിയുമ്പോ ഉണ്ടല്ലോ പിന്നെ നമുക്ക് ബാത്റൂമിൽ പോകാൻ തോന്നത്തില്ല. അത് ആ മനോഹാരിത കണ്ടിട്ട് പോകണമെങ്കിൽ അത് അതേപോലെയുള്ള എക്സ്ട്രീം ക്ലൈമറ്റിലാണത്. പിന്നെ ആ സാധനം അത് ഇരിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ അന്റാർട്ടിക്കൻ കോണ്ടിനെന്റിന്റെ പ്രത്യേകത അവിടെ മനുഷ്യവാസമില്ല. ഈ ഒരു അവിടുത്തെ വളരെ കുറച്ച് ആൾക്കാർ, അതൊക്കെ വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഈ പോകുന്ന സ്ഥലത്ത് മനുഷ്യവാസമില്ല. സയന്റിസ്റ്റുകളൊക്കെ കൂടുതൽ ഇരിക്കുന്നത് ഒന്നീ സൗത്ത് പോളിലായിരിക്കും, അല്ലെങ്കിൽ ഈ അന്റാർട്ടിക്കൻ കോണ്ടിനെന്റിന്റെ സൈഡിലായിരിക്കും ഇരിക്കുന്നത്, ഈ കടലും കരയും കൂടെ ചേരുന്ന സ്ഥലത്ത്. ഞങ്ങൾ ഈ അന്റാർട്ടിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഏകദേശം നടുക്കോട്ട് ഒരു വിമാനം എടുത്ത് അങ്ങ് പോവുക, ചാർട്ടേഡ് വിമാനം. 3 മാസം മാത്രമേ അവിടുത്തെ ക്യാമ്പ് ഓപ്പൺ ആവത്തുള്ളൂ, ബാക്കി സമയത്ത് ആ ക്യാമ്പ് ഇല്ല. അതൊരു അന്റാർട്ടിക് ലോജിസ്റ്റിക്സ് ഒരു കമ്പനിയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ 3 മാസം ഉണ്ടാകുന്ന മുഴുവൻ വേസ്റ്റും എവ്രിതിങ് ഈ ഏകദേശം ആ ക്യാമ്പിൽ എനിക്ക് തോന്നുന്നു ഒരു 10,000 പേര് വെളി വരും. 1000 പേരുടെ 3 മാസത്തെ മുഴുവൻ വേസ്റ്റും ഈവൻ യൂറിൻ പോലും തിരിച്ച് ചിലിയിലും പെറുവിലും കൊണ്ടുവന്നിട്ടാണ് അവർ ഡിസ്പോസ് ചെയ്യുന്നത്. കണ്ടുപിടിക്കേണ്ടതല്ല, അതുകൊണ്ടാണ് ആ കോണ്ടിനെന്റിൽ അന്റാർട്ടിക് ട്രീറ്റി എന്ന് പറഞ്ഞ ട്രീറ്റിയുടെ കീഴിലാണ് അന്റാർട്ടിക്ക ഒരു രാജ്യത്തിന്റെ കീഴിലല്ല, ഈ ട്രീറ്റിയാണ് ആ രാജ്യത്തെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ട്രീറ്റി ഇന്ത്യയൊക്കെ സൈൻ ചെയ്ത ഒരു ട്രീറ്റി. അപ്പൊ അവിടെ ഇത് വേസ്റ്റ് ഇടാൻ പറ്റത്തില്ല, ഇട്ട് കഴിഞ്ഞാൽ നശിച്ചു പോകും. വേസ്റ്റ് ഇട്ടാനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൽപ്പാന്റെ കാലത്തോളം കിടക്കും. നമ്മൾ ഈ അന്റാർട്ടിക്കയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആ വെള്ളം അവിടുത്തെ ഐസ് എടുത്താണ് വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നത്. അവിടെ വേറെ വെള്ളം ഇല്ലല്ലോ. അന്റാർട്ടിക്ക എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡെസേർട്ടാ. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ പ്രസിപ്പിറ്റേഷൻ ഇല്ല, മഞ്ഞ് വളരെ കുറച്ചേ അവിടെ പെയ്യത്തുള്ളൂ. അവിടെ ഐസാണ് മുഴുവൻ, ഫുൾ ഐസാണ്. ആ ഐസ് പൊട്ടിച്ചാണ് നമ്മൾ വെള്ളമാക്കി കുടിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ മലമൂത്ര വിസർജനം അവിടെ നടത്തി കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തുമായിട്ടും കിടക്കും. പിന്നെ ഞങ്ങൾ അവിടെ വെള്ളം കുടിക്കുമ്പോൾ ഞങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളം നമ്മൾ എടുത്തിട്ട് 100 ഡിഗ്രി സെൽഷ്യസിൽ അല്ല അതിന് മേളിൽ നമ്മളൊരു 3 പ്രാവശ്യം തിളപ്പിക്കും. പക്ഷേ നമ്മളത് തിളപ്പിച്ച് നമ്മൾ കുടിക്കത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചില മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പുള്ള വൈറസുകൾ അവിടെ കാണും, രോഗാണുക്കൾ. ഇത് ചൂടാകുമ്പോഴായിരിക്കും ഇവൻ ആക്റ്റീവ് ആകുന്നത്. ഇവൻ അത്രയും നാൾ ഈ നമ്മൾ ഈ ജുറാസിക് പാർക്കിൽ അത് കണ്ടിട്ടില്ലേ, ആ ഒരു ഇത് കണ്ടിട്ടില്ലേ, അതുപോലെ മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പുള്ള വൈറസുകൾ ഡീആക്ടിവേറ്റ് ആയിട്ട് കിടക്കും. നമ്മൾ ഈ വെള്ളം ഒരു 50-60 ഡിഗ്രി ആയിരിക്കും ഇവൻ ആക്റ്റീവ് ആവും. ഇവൻ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ആ അസുഖത്തിന് ലോകത്തിൽ ആർക്കും മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. അപ്പോൾ അതിനെ കൊല്ലാൻ വേണ്ടി ഈ 100 ഡിഗ്രി സെൽഷ്യസിന് മേളിൽ നമ്മൾ 3-4 പ്രാവശ്യമൊക്കെ വെട്ടി തിളപ്പിച്ചിട്ടാണ് ആ വെള്ളം കുടിക്കുന്നത്. ഇങ്ങനെ എക്സ്പെഡിഷന് പോയിട്ട് അങ്ങനെ വെള്ളം കുടിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടായ ആരെങ്കിലും? ഒരുപാട് പേർക്ക് അസുഖം ഉണ്ടാകും. കാരണം ആ പ്രശ്നം ആ വെള്ളത്തിൽ മിനറൽസ് ഇല്ല. നമ്മൾ ഇവിടുത്തെ വെള്ളത്തിലുള്ള മിനറൽസ് ഉണ്ട്, ഐസിൽ മിനറൽ ഇല്ല. അപ്പോൾ നമ്മൾ മിനറൽ ആഡ് ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വെള്ളം കുടിക്കലല്ല ഹൈഡ്രേഷൻ. നമുക്ക് മിനറൽ സോൾട്ട് അകത്ത് കയറണം. കരിക്കിൻ വെള്ളം, നാരങ്ങ വെള്ളം, അതൊക്കെ സോൾട്ടാണ്. അപ്പം ORS. പക്ഷേ ഈ ഐസിൽ സോൾട്ട് ഇല്ല, ഐസിൽ ഒരു മിനറൽസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് കുടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നും. വെറും വെള്ളം മാത്രമേ ഉള്ളൂ. അതൊരു ഡീഹൈഡ്രേഷൻ മാറാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യത്തുമില്ല. അപ്പോൾ ആ കൂട്ടം നമ്മൾ ടാബ്ലറ്റുകളൊക്കെ കഴിക്കും. ഇതുപോലത്തെ അസുഖം വന്ന് അത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. ഇങ്ങനത്തെ വൈറസുകളുണ്ട്. അത് അങ്ങനെ ഒരു വൈറസ് ഒരാളൊക്കെ മേലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ലോകം തന്നെ അവസാനിക്കുന്ന ഒരു ഇതിലേക്ക് പോകും. കാരണം ആ വൈറസിനെ ഐഡന്റിഫൈ ചെയ്യാനേ പറ്റത്തില്ല നമുക്ക്. പിന്നെ ഐഡന്റിഫൈ ചെയ്ത് മരുന്നുണ്ടാക്കി വരുമ്പോഴത്തേന് ഒരു വൻ നാശം, ഒരുപാട് പേര് മരിക്കും. കാരണം ഈ പറയുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ അന്റാർട്ടിക്ക പണ്ട് കാടൊക്കെ ആയിരുന്നല്ലോ. ഇതിങ്ങനെ പ്ലേറ്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ആ കാലത്ത് 400 മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പുള്ള വൈറസ് വിൽ നോട്ട് ഡൈ. അതിങ്ങനെ എല്ലാ കാലത്തും നിൽക്കും. അത് എപ്പോഴാണ് ഒരു ആംബിയന്റ് ടെമ്പറേച്ചറും ഒരു അറ്റ്മോസ്ഫിയറും വരുമ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്. നമ്മുടെ ശരീരത്തിൽ തന്നെ പല വൈറസുകളും ഡീആക്ടിവേറ്റ് ആയിട്ട് കിടപ്പുണ്ട്. എന്തെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ ഇവൻ ആക്റ്റീവ് ആവുന്നു.
അപ്പോൾ ഒരുപാടധികം യാത്ര ചെയ്യുന്ന ഒരാളാണ്. യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ മറക്കാനാവാത്ത എന്തെങ്കിലുമൊക്കെ മുഖങ്ങൾ ഓർമ്മ വരുന്നെങ്കിൽ അവരുമായിട്ടുള്ള ഒരു റാപ്പോ ഒക്കെ നമ്മളോടൊന്ന് ഷെയർ ചെയ്യാവോ? അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു മുഖമൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇടയ്ക്ക് അമ്മൻ്റെ വീഡിയോ കണ്ടിരുന്നു. 90% ഡിസബിലിറ്റി ഉള്ള ഒരാള് ഒരുപാട് യാത്ര ചെയ്യുന്നു. അപ്പൊ ഞാൻ ആലോചിക്കും നമ്മളൊക്കെ റീസൺ കണ്ടെത്തി വീട്ടിന്റെ മുറിക്കകത്ത് ഇരിക്കുകയാണല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അതിന്റെ കമന്റ്സും കുറെ ആൾക്കാർ പുള്ളിക്ക് പറ്റുമെങ്കിൽ എന്താ നമുക്ക് പറ്റാത്തെന്ന് പറഞ്ഞാൽ അതൊരു ഇൻസ്പിറേഷൻ പോലെ തോന്നി. അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? അവൻ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. അവന് ഇതുപോലെ നല്ല ഡിസബിലിറ്റി ഉണ്ട്, നടക്കാൻ പറ്റും, പക്ഷേ ഇതുപോലെ മൗണ്ടൻ ക്ലൈംബ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ 2 കൈകളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ് കഴിഞ്ഞാലും മുഖമൊക്കെ ഇടിച്ചായിരിക്കും വീഴുന്നത്. നമ്മൾ കൈകളുള്ള നമുക്ക് അറിയത്തില്ല, നമുക്ക് കുത്തിയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യാം. എന്തെങ്കിലും സാധനം ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ അയ്യോ അതുകൊണ്ട് എങ്ങനെ പോകാൻ പറ്റുമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. ഈ പറയുന്ന പോലെ അവൻ്റെ മുകളിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ നമുക്കൊരു കമ്പനിയുണ്ട്, കമ്പനിയുടെ ഒരു വലിയ ടാസ്ക് ആണ്. അപ്പം പ്രത്യേകിച്ച് 2 ഷെർപ്പന്മാരെ ഇവൻ്റെ കൂടെ ഇട്ടു. ഒരു ഷെർപ്പ ഫ്രണ്ടിൽ ഇവനെ പിടിക്കും, കൈ കൊണ്ടല്ല, ഒരു റോപ്പുമായിട്ട് കണക്ട് ചെയ്ത് പുറകിൽ വേറൊരാൾ പിടിക്കും. കാരണം ഇവൻ വീണ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരും. പല സ്ഥലത്തും നമുക്ക് ഡേഞ്ചറസ് ആയിട്ട് നമുക്ക് കൈ കുത്തിയെങ്കിലും രക്ഷപ്പെട്ട് പിടിച്ച് നിൽക്കാമല്ലോ. കയ്യില്ലാത്ത ഒരാൾ എങ്ങനെ കാലം കൊണ്ട് തൂങ്ങി നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര ടാസ്ക്കാണ് എനിക്കും ടീമിനും ഒക്കെ. പിന്നെ ഞങ്ങളൊരു 10-12 പേരുണ്ടായിരുന്നു. അപ്പോൾ അവനൊരു കൊച്ചു പയ്യനല്ലേ, അവൻ വന്നപ്പോൾ തന്നെ ആ ടീമുകാർക്ക് എല്ലാം സന്തോഷമായി. അവൻ്റെ കുസൃതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം പക്ക സ്റ്റേ ഉണ്ട് നമുക്ക്. ഹൗസിൽ തന്നെ ആയിരിക്കും. ടെന്റ് ഹൗസ് എന്നാ പറയുക, ടീ ഹൗസ് എന്നാ പറയുന്നത്. അവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ രാത്രി കാര്യങ്ങൾ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഡിഫിക്കൽട്ടി ഉണ്ടായി, അവനും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടായി. പക്ഷെ അതൊക്കെ ഓവർകം ചെയ്ത് പിന്നെ നമ്മൾ സാധാരണ ആൾക്കാരുടെ കൂടെ അത്ര സ്പീഡിൽ നടക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ ഭക്ഷണം കഴിക്കാൻ വലിയ പാടാണ്. അപ്പോൾ അവന് ചിലപ്പോൾ കാലുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. എന്നാലും കഴിക്കും. പിന്നെ ഇത് പറഞ്ഞ പോലെ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ, പെട്ടെന്ന് ഈ ഒരു ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെടത്തുമില്ല, അതുകൊണ്ട് എനർജി കിട്ടത്തില്ല. പിന്നെ ചെറിയ ചെറിയ ശ്വാസം മുട്ടലൊക്കെ വരുമ്പോൾ ഭയങ്കര ഭീകരമായിട്ടുള്ള പ്രശ്നമായിട്ട് തോന്നും. ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത്. അതെല്ലാം ഓവർകം ചെയ്ത് അവൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനിക്കാൻ പറ്റുന്ന കാര്യം. നമുക്ക് മാത്രമല്ല, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളത് ഇപ്പൊ കാണുന്നവർ വേണം അത് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ അവനെ പോലെ ഒരുത്തൻ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അവന്റെ ആഗ്രഹത്തിന്റെ ഒരു പരമകോടിയിൽ അവൻ ചെയ്തതാണ്. കാരണം അവന്റെ തരത്തിലുള്ള കുട്ടികളെ ഇൻസ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് ഈ അംഗവൈകല്യമുള്ള കുട്ടികളുണ്ട്. അപ്പം എല്ലാവരും എവറസ്റ്റ് കയറണമെന്നല്ല, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ലിമിറ്റേഷൻ. പക്ഷെ അവനൊരു ജീവൻ പറഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു ഇത്. കാരണം ഒരുപാട് പേര് ഇങ്ങനെ പോയി AMS ഒക്കെ പിടിച്ച് മരിക്കാറുണ്ട്. ആ സമയത്ത് ഹെലികോപ്റ്റർ കിട്ടത്തില്ല, വെതർ മോശമാണ്, ഹെലികോപ്റ്റർ വരത്തില്ല, മരണം സംഭവിക്കാം. അതെല്ലാം സാധാരണക്കാർക്ക് തന്നെ പാടാ. അപ്പൊ അത് അവൻ തന്നെ പറഞ്ഞാലും ഇതുപോലെ എന്നെ പോലെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്, അവർക്കൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലാണ് കയറിയത്. അവൻ ആദ്യം വിളിക്കുമ്പോൾ അവനും അവൻ്റെ ഒരു ഫ്രണ്ട് ഷഹലും ഉണ്ടായിരുന്നു. അവർ 2 പേരും വിളിക്കുന്ന സമയത്ത് എനിക്ക് ഞാനങ്ങോട്ട് ഉറപ്പ് പറഞ്ഞില്ല. പിന്നെ പതുക്കെ ഞാൻ അവനുമായിട്ട് സംസാരിച്ചിട്ടാണ് തോന്നിയത് കൊണ്ടുപോകാൻ പറ്റും, ആൾക്കത് പറ്റും എന്നുള്ളത്. കാരണം എനിക്കൊരു ടീമുണ്ട് നേപ്പാളില്. അപ്പൊ ഞാൻ ആ ടീമിനോട്ട് സംസാരിച്ചു. അവിടെ ഷെർപ്പന്മാരുടെ ടീമാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം അവർക്കും വലിയ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അഡീഷണൽ ഷെർപ്പന്മാരെ ഇട്ടിട്ടാണ് നമ്മൾ അവനെ മേളിലേക്ക് എത്തിച്ചത്. പിന്നെ ഫണ്ടിങ്ങും പ്രശ്നമായിരുന്നു. പിന്നെ സന്തോഷ് ജോർജ് കുളങ്ങരയും പിന്നെ സൈലത്തിന്റെ അനന്തും ഒക്കെയാണ് അവനെ ഫണ്ട് ചെയ്തത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി. കാരണം ഇൻഷുറൻസ് ഒക്കെ എടുത്തു. എവിടെ നിന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ഹെലികോപ്റ്റർ റെസ്ക്യൂ ചെയ്യാമെന്നായി. ഒരുപാട് പേരുണ്ട്. നമ്മളൊരു ഹെൽപ്പിന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും ആൾക്കാർ. ഇപ്പൊ ഞാൻ തന്നെ എക്സ്പെഡീഷൻസിനൊക്കെ പോകുമ്പോൾ സ്പോൺസർമാരെ കണ്ടെത്തിയാ പോകുന്നത്. 10 ലക്ഷം 20 ലക്ഷം 50 ലക്ഷം ഒക്കെ വേണം. നമ്മൾ നല്ല രീതിയിൽ അവർക്ക് പറ്റുന്ന ഒരു പ്രൊജക്ട് തയ്യാറാക്കി കൊടുക്കുവോ, അനുകമ്പ കൊണ്ട് ആരും ചിലപ്പോൾ തരത്തില്ല. കണക്ട് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് ബിസിനസ് ആയിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇവരുടെ പഴയ കാലങ്ങളുമായിട്ട് കണക്ട് ചെയ്യണം, വൈകാരികമായിട്ട് കണക്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു കണക്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പൈസ കിട്ടും. ഈ ഇങ്ങനെ സ്പോൺസർഷിപ്പ് സ്വീകരിച്ചിട്ട് പോയിട്ട് വഴി വെച്ച് തിരിച്ചു വന്നിട്ടുള്ള കേസസ് ഒക്കെ വരുമ്പോൾ അത് പിന്നീട് പ്രശ്നമാവാറുണ്ടോ? ഞാൻ സ്പോൺസർമാരോട് ആദ്യം പറയും. കാരണം ഈ പ്രത്യേകിച്ച് മൗണ്ടൻ ക്ലൈംബിങ്, ഇപ്പൊ സഹാറ ക്രോസിങ്, ഇതൊക്കെ നമ്മുടെ ഒരു എക്സ്പെഡീഷനാണ്. ഇതൊക്കെ യാത്രയൊന്നും പറയാൻ പറ്റത്തില്ല. ഇതൊരു ട്രാവൽ അല്ല, ഇതൊരു എക്സ്പെഡീഷനാണ്. എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റിയാണ്. അപ്പം നമ്മൾ ഇങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കി പോവുകയാണ്, ഇന്നതാണ് നമ്മുടെ ലക്ഷ്യം, ഇന്നതിൻ്റെ കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഈ നമ്മുടേതല്ലാതെ ഉള്ള കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇത് ക്യാൻസൽ ആവാം. അപ്പം ഞാൻ ആദ്യമേ പറയും, ഇത് ഇപ്പം നമ്മളിപ്പോൾ എവറസ്റ്റ് കയറാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് വീമ്പിളക്കിയിട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ എവറസ്റ്റ് കയറിയിട്ട് വരും. അല്ലെങ്കിൽ നോർത്ത് അമേരിക്ക ഏത് ചെറിയ പീക്കാണെങ്കിൽ പോലും, ഈവൻ അഗസ്ത്യാർകൂടം പോലും നിങ്ങൾക്ക് വീമ്പിളക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതിയും കൂടെ സമ്മതിച്ചാൽ മാത്രമേ നമുക്ക് ഈ മലയുടെയൊക്കെ മുകളിൽ എത്താൻ പറ്റത്തുള്ളൂ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളാണല്ലോ പ്രകൃതി നമ്മൾ ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു അനുഗ്രഹം കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എവറസ്റ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു പർവ്വതത്തിൽ എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കൊരു വീഡിയോ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല, ഞാനിപ്പോൾ കീഴടക്കി കളയുമെന്ന്.
നിങ്ങൾക്ക് ഇപ്പോൾ പാരീസിലോ അല്ലെങ്കിൽ ആംസ്റ്റർഡാമിലോ പോകണമെങ്കിൽ പറയാം നിങ്ങൾക്ക്, ഞാൻ ഇന്ന വീക്കിൽ ആംസ്റ്റർഡാമിൽ പോകണം, ആ വിമാനം പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്താം. പക്ഷേ ഈ പറയുന്ന എവറസ്റ്റ് പോലെ ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർവ്വതത്തിലേക്ക് പോവുകയാണെങ്കിൽ 100 കണക്കിന് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഹെൽത്ത് പോവാം, വെതർ മോശമാകാം, കൂടെ ഉള്ള ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം, നാച്ചുറൽ ഡിസാസ്റ്റർ വേറെ ഉണ്ടാവാം, അവലാഞ്ച് ഉണ്ടാവാം. ഇതിൻ്റെ 100 കണക്കിന് പ്രശ്നങ്ങൾക്കിടയിലാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും കയറുമെന്ന് പറയാൻ പറ്റത്തില്ല. ഐ വിൽ ട്രൈ. എൻ്റെ പ്ലാൻ ഇതാണ്. അപ്പോൾ ഞാൻ സ്പോൺസേഴ്സിനോട് ഇത് തന്നെയാണ് പറയുന്നത്. അവർ അക്സെപ്റ്റ് ചെയ്യും. കാരണം നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാമല്ലോ. നേച്ചർ ആൾവേസ് ഗീവ് എ സെക്കൻഡ് ചാൻസ് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. മൗണ്ട് ഡെനാലി കയറിയപ്പോൾ 10 കിലോ കുറഞ്ഞായിരുന്നല്ലോ അല്ലേ? എവറി മൗണ്ട് ഇപ്പം ഞാൻ കുറച്ച് വെയിറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കിളിമഞ്ചാറോ പോകാൻ വേണ്ടിയിട്ട്. കാരണം മൗണ്ടൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ നാട്ടിൽ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ തണുപ്പ് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഹീറ്റ്, പെട്ടെന്ന് നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യിപ്പിക്കും. പിന്നെ നമുക്ക് രുചി കാണാൻ പറഞ്ഞ രുചി കാണത്തില്ല. പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന പോലെ ഭക്ഷണം ആയിരിക്കത്തില്ല അവിടെ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഞാൻ നല്ലതുപോലെ ഒന്ന് ശരീരത്തിൽ ഫാറ്റ് കയറ്റിയിട്ടായിരിക്കും പോകുന്നത്. അതെനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്. ലോങ് എക്സ്പെഡീഷനൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒക്കെ വണ്ണം വെപ്പിച്ചിട്ടായിരിക്കും പോകുന്നത്. വണ്ണവും ഈ പറയുന്ന ഫിറ്റ്നസ്സുമായിട്ട് ബന്ധമൊന്നുമില്ല. ആൾക്കാർ പറയും ഭയങ്കര വണ്ണമാണ്, എനിക്ക് പറ്റത്തില്ലത്. പക്ഷേ റഷ്യൻസും പോളണ്ടുകാരന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ വലിയൊരു പോത്തിനെ പോലെ ഇരിക്കുന്നത്, പോത്ത് വരുന്നവരാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അവന്മാർ ഭയങ്കരമായിട്ട് ഫിറ്റാണ്. അവരുടെ കോർ ഭയങ്കര ഫിറ്റാണ്. അവരുടെ എന്താ പറയുക ജോയിൻറ്റ്സ് വളരെ സ്ട്രോങ് ആണ്. അവർ ജനറ്റിക്കലി ഉള്ളതാണെങ്കിലും അവർ കൺസിസ്റ്റന്റ് ആയിട്ട് എത്ര ദൂരം വേണേലും നടക്കുകയും ക്ലൈംബ് ചെയ്യുകയും ചെയ്യും. നല്ല മെലിഞ്ഞിരിക്കുന്ന ഒരാൾ അത്രയും ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല. ഹെൽത്തിന് നമുക്ക് ഈ വണ്ണവുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വണ്ണമൊക്കെ വെപ്പിച്ചിട്ട് ഇപ്പൊ ഇരിക്കുന്ന എൻ്റെ ഒരു വണ്ണം വെച്ച സ്റ്റേജ് ആട്ടോ. അല്ല, അങ്ങനെ ആയിരിക്കും ഞാനിപ്പം മൗണ്ടൻ ക്ലൈംബ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്യുന്നുണ്ടല്ലോ. സെലിബ്രിറ്റീസ് ആരെങ്കിലും ഒക്കെ വന്ന് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് എന്ന് പറഞ്ഞാൽ നല്ല വ്യൂസ് ഒക്കെ ഉണ്ട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വലിയ നമ്മൾ സോക്കോൾഡ് സെലിബ്രിറ്റീസ് ഒന്നും ഇതിനകത്ത് പിടിക്കുന്നവരല്ല. കാരണം അവരവരുടെ ജീവിതം വെച്ച് കളിക്കുന്നവരല്ലല്ലോ. ഇത് നമ്മളുടെ ലൈഫിലുള്ള കളിയാണ്. പിന്നെ അവർക്ക് സ്വന്തം ത്രില്ലാണെങ്കിൽ മാത്രമേ അവർ ഇതിനൊക്കെ തുനിഞ്ഞു വരത്തുള്ളൂ. പിന്നെ പല ആൾക്കാരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇന്ത്യൻ സെലിബ്രിറ്റികളല്ല ഞാൻ പറയുന്നത്, വിദേശ രാജ്യങ്ങളുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊന്നും ഇത് പുറത്ത് കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവരിത് എക്സ്പോസ് ചെയ്യാൻ അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമായിട്ട് അവരിതൊക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എന്ത് ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് 10 പേരെ കാണിക്കണം എന്നുള്ളതാണ്. ആ ഒരു ഇതേ അല്ല. നമ്മുടെ നാട്ടിലാണ് പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഒരു ലോകരാജ്യത്താണ് ഇത്രയും ആൾക്കാർ എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്നത്. മറ്റിടത്ത് വെച്ചാൽ ഞാൻ ഒരു ദിവസം ഞാൻ ചിലിയിൽ അറ്റക്കാമ ഡെസേർട്ടിൽ ഒരു എക്സ്പെഡീഷന് പോയ സമയത്ത് എൻ്റെ കൂടെ ഒരു 7-8 പേരുടെ ടീം ഉണ്ടായിരുന്നു. അവരൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര യാത്രക്കാരാണ്. നമ്മൾ വിചാരിക്കാത്ത ടെറൈനിലൊക്കെ യാത്ര ചെയ്തവരാണ്. അവരൊക്കെ അമേരിക്കയിലെ വലിയ വലിയ മയോ ക്ലിനിക്കിലുള്ള ഒരു കാർഡിയോളജിസ്റ്റ്, വലിയ ഡോക്ടർമാർ, ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്നവരൊക്കെയാണ്, കോട്ടീശ്വരന്മാരാണ്. അവരൊക്കെ നിശബ്ദമായിട്ട് യാത്ര ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ അക്കൗണ്ട് വെച്ചപ്പോൾ അവർക്കില്ല. അവർക്ക് ആകെ മെയിൽ ഐ ഡി മാത്രമേ ഉള്ളൂ. കണക്ട് അങ്ങനെ മെയിൽ ഐ ഡി അവർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് ഈ ലോകം. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വീണ്ടും വരിക. സോഷ്യൽ മീഡിയയിൽ ഈ കാണിക്കുന്നവർ 99% ഫേക്കാണ്. ഫേക്കിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് കാണിക്കുന്നത്. അവർക്ക് അവരെ പ്രൊജക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അവർ കാണിക്കുന്നത്. അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരണമെന്ന് ഉള്ളതുകൊണ്ടാണ് അവർ ഇന്റർവ്യൂവിന്റെ മുന്നിൽ ഇരുന്ന് പറയുന്നത്. ഇവൻ ഞാൻ പോലും എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ വന്നിട്ട് സംസാരിക്കും. നമുക്ക് ആൾക്കാർ അറിയണം. ഞാൻ വരുന്നതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടണം. അപ്പോൾ ആൾക്കാർ അറിഞ്ഞാലേ സ്പോൺസർഷിപ്പ് കിട്ടത്തുള്ളൂ. ഞാൻ 2022 എവറസ്റ്റിൽ കയറിയിട്ട് വന്നപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല. 2022 ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്നത്. അതിന് മുമ്പ് എനിക്ക് ഐ ട്രാവൽ ഐ എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫി, എനിക്കൊരു ക്യാമറ വെക്കണം. എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യും. ഡൽഹിയിലൊക്കെ ആയ സമയത്ത് ഞാൻ സഞ്ചരിക്കാത്ത നാഷണൽ പാർക്കുകളില്ല ഇന്ത്യയിൽ. ടൈഗറിനെ ഫോട്ടോ എടുക്കുക, ആനയെ ഫോട്ടോ എടുക്കുക, അതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ അക്കൗണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോ ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ 1700 ഫോളോവേഴ്സ് ശരിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എവറസ്റ്റിൽ കയറിയിട്ട് വന്നിട്ട് വീണ്ടും കയറാൻ പോയപ്പോൾ തന്നെ സ്പോൺസർമാരെ കിട്ടുന്നില്ല. കയറിയിട്ട് വന്നപ്പോൾ ആൾക്കാർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് എന്താണ്? അപ്പോഴാണ് എനിക്കൊരു ചോദ്യം എന്നെ ഹിറ്റ് ചെയ്തത്. ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ? 2022 കാര്യമാണ്. എന്നിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ തുടങ്ങിയത്. ആകെ 3 വർഷം കൊണ്ടാണ് ഞാൻ അതിൽ ആക്റ്റീവ് ആയത്. കാരണം എനിക്ക് പോയ സമയത്ത് സ്പോൺസർ ഉണ്ടായിരുന്നില്ല. പോയ സമയത്ത് ഏകദേശം ഒരു 40 ലക്ഷം രൂപ ഞാൻ കടമെടുത്തിട്ടാണ് പോയത്. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ നമുക്ക് ടൂറിസവും കേരള ലോട്ടറിയും ഒരു 3.5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ഇവരെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു വന്നാലേ തരത്തുള്ളൂ. നമ്മൾ തിരിച്ച് വന്ന് സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോഴേ ഒരു പൈസ എടുത്തു. അപ്പോൾ ഇൻഎഫക്റ്റീവ് പോയപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. എല്ലാം കടം എടുത്തിട്ടാണ് പോയത്. ബാക്കി ഫ്രണ്ട്സിൻ്റെ എന്നൊക്കെ 10-20 ലക്ഷം രൂപ കടം മേടിച്ചിട്ടാണ് പോയത്. സ്റ്റിൽ കടം ഞാൻ വീട്ടിൽ കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം എന്താണ് പറഞ്ഞോണ്ടിരുന്നത്? പോയിട്ട് വന്നിട്ട് പിന്നീട് ഇതിന്റെ അതെ. അപ്പം
ഈ പറയുന്ന സോഷ്യൽ മീഡിയയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നപ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്തു, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ആ കണ്ടന്റ് ഇപ്പോൾ എൻ്റെ കണ്ടന്റ് നോക്കിയറിയാം, ഞാൻ എനിക്ക് രാവിലെ എഴുന്നേറ്റൊരു കണ്ടന്റ് ചെയ്യണം തോന്നുമ്പോൾ ഞാനങ്ങ് ചെയ്യുന്നത്. മൗണ്ടൻ ഞാൻ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ചെയ്യണം എന്ന് വെച്ചിട്ടല്ല പോകുന്നത്. മൗണ്ടനിൽ കൂടെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ പറയുക ചെയ്യുന്നത്. ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം നാച്ചുറൽ ആയിട്ടുള്ള പ്രസന്റേഷൻ ആണല്ലോ. പക്ഷെ എന്നെ ഒരുപാട് ഇതുപോലെ സോഷ്യൽ മീഡിയ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ അല്ല, ഇത് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ കണ്ടന്റ് ചെയ്ത് നന്നായിരിക്കും, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, ഞങ്ങളുടെ ടീമിന് വേണ്ടി കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ റീച്ച് മേടിച്ചു തരാം, ഞങ്ങൾ പറയുന്ന കണ്ടന്റ് ചെയ്യേണ്ടവരും. ഞാൻ പറഞ്ഞു എനിക്ക് അതിലൊന്നും താല്പര്യമില്ല, ഞാനിപ്പോൾ അതിൽ ശ്രദ്ധിക്കുന്നില്ല. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ സോഷ്യൽ മീഡിയ ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയാണ്. അപ്പം ചെയ്യുന്നവരെല്ലാം അതിനു വേണ്ടിയാണ്. ആരും ഒരാളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയുടെ പ്രധാന പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിനകത്തൊരു സത്യസന്ധതയുടെ കാര്യമുണ്ട്, പിന്നെ വിശ്വാസ്യതയുടെ കാര്യമുണ്ട്. നമ്മൾ ആരെ വിശ്വസിക്കുക? പണ്ടൊക്കെ എനിക്ക് ഗുരു ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഗുരു എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, എനിക്കൊക്കെ APJ അബ്ദുൽ കലാം ഒക്കെ ആയിരുന്നു നമ്മളുടെ റോൾ മോഡൽ. ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ റോൾ മോഡൽ ആരാ? സോഷ്യൽ മീഡിയയിലുള്ളവരാ, TV-യിലും അതിലും ഇതിലും എപ്പോഴും വരുന്നവരാ. അപ്പോൾ അവർ എങ്ങനെ വേണമെങ്കിലും കുട്ടികളെ മാറ്റാം. അവരുടെ ഒരു ചെറിയ വാക്ക്, ഒരു പ്രവൃത്തി, ഒരു ഗാഡ്ജറ്റ് കൊണ്ട് കുട്ടികളെ ഇൻസ്പയർ ചെയ്യാന്ന് വെച്ചാൽ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടികളെ മാത്രമല്ല, കുട്ടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ 16 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ കൊടുക്കുക, സോഷ്യൽ മീഡിയ ബാൻ വന്നു. ഞാൻ ആ വീഡിയോ ചെയ്തു. ആ വീഡിയോ 1000 പേരാണ് കണ്ടത്. ഈ പറയുന്നത് അന്റാർട്ടിക്കയിലെ ടോയ്ലറ്റ് ഇരുന്ന് ബാത്റൂമിൽ പോകുന്നത് 30 ലക്ഷം പേര് കണ്ടു. അപ്പം തന്നെ കാര്യം മനസ്സിലാവത്തില്ല, ആൾക്കാർക്ക് ഇവിടെ വൈറൽ കണ്ടന്റ് മാത്രമാണ്. കൗതുകപരമായിട്ട് എന്തുണ്ട്. നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യം, സോഷ്യൽ മീഡിയ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. നമ്മൾ നമ്മുടെ ഇന്റേണലായിട്ട് നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. ഇതുപോലുള്ള എക്സ്പെഡീഷൻസിൽ ഞങ്ങൾ പോകുമ്പോൾ കുറേയധികം കാര്യങ്ങൾക്ക് ആക്ച്വലി സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്തേ പറ്റുള്ളൂ. നമ്മളൊരു ബ്രാൻഡായിട്ട് ബിൽഡ് ആവണം. അത് ഞാൻ പറഞ്ഞില്ല, അത് രണ്ടും രണ്ട് തരമാണ്. നമ്മൾ ഒരു ലെവലിൽ മേളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യം കാണത്തില്ല. അതുകൊണ്ടാണ് അവരൊക്കെ ആ ലെവലിൽ ഇൻവിസിബിൾ ആയി പോകുന്നത്. അത് വളരാൻ വേണ്ടി അവർ യൂസ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഈ മൗണ്ടനറിങ്ങിന് പോകുമ്പം 60 ദിവസം 70 ദിവസം ഒരു 100 ദിവസം നമുക്ക് ഫോണേ കാണത്തില്ല. ഫോൺ ഓൺലി വി ആർ യൂസിങ് ഫോർ ടേക്കിംഗ് ഫോട്ടോഗ്രാഫ്സ് അല്ലെ വീഡിയോ. ആ സമയത്താണ് ശരിക്കും നിങ്ങൾക്ക് ഡിപ്രഷൻ വരുന്നത്. കാരണം നിങ്ങൾ നിരന്തരമായിട്ട് ഫോൺ എടുത്തെടുത്ത് ഇങ്ങനെ യൂസ് ചെയ്ത് ഒരാൾ ഫോൺ എടുക്കുമ്പോൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യും? അന്റാർട്ടിക്കയിൽ പോകുമ്പോൾ 24 മണിക്കൂറും പകലാണ്. നമ്മൾ രാത്രി ഇല്ലാത്ത സമയത്താണ് പോകുന്നത്. നോർത്ത് അമേരിക്കയിൽ പോകുമ്പോൾ 24 മണിക്കൂറും പകലാണ്. ആൾക്കാർ കൂടെ അധികം സംസാരിക്കാനില്ല, നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ബേസിക്കലി അവിടെയാണ് ശരിക്കും നടക്കുന്ന സമയം. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയമൊക്കെ എന്തെങ്കിലും ആക്ടിവിറ്റി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ ഇരിക്കുന്ന കുറച്ച് സമയമുണ്ട്. ആ സമയം എങ്ങനെ തള്ളി നീക്കുക എന്നുള്ളതാണ് ഇതിനകത്ത്. ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള മൊത്തം വികാരങ്ങൾ പുറത്തു വരും. ലോൺലിനെസ്, അത് നിങ്ങൾക്ക് പണ്ട് നിങ്ങൾ എന്തെങ്കിലും ഹോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തു വരും. അത് നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നതനുസരിച്ചിരിക്കും നിങ്ങളുടെ എക്സ്പെഡീഷൻ മുന്നോട്ട് പോയി. എനിക്ക് ഭയങ്കരമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നെങ്കിൽ വെറുതെ ഇരുന്നാലും എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ കാലത്തെ കുറിച്ചൊന്നും അങ്ങനെ വലിയതായിട്ട് ഇതിൽ ഓർത്ത് വിഷമിക്കാറില്ല. ഫ്യൂച്ചറിനെ കുറിച്ച് ഞാൻ അത്ര ഒരു കാര്യങ്ങൾ ചിന്തിക്കാറില്ല. ആ ഒരു പ്രസന്റിൽ ഇന്നത്തെ കാര്യം ഇങ്ങനെ പോകണമെന്നേ ഉള്ളൂ. പിന്നെ പ്ലാൻ ചെയ്ത് വെക്കും. മെന്റലി അത്രയ്ക്ക് സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ആ മെന്റൽ ഇൻസ്റ്റെബിലിറ്റി കാണാൻ പോകുന്നത് നിങ്ങൾ ഇതുപോലെ ലോണായിട്ടുള്ളൊരു നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സാഹചര്യത്തിലാണ്. ലോൺലിനെസ് വരുന്ന സമയത്താണ് നിങ്ങളുടെ യഥാർത്ഥ നിങ്ങൾ പുറത്ത് വരുന്നത്. ഇപ്പൊ നമുക്ക് ലോൺലിനെസ് തോന്നാത്ത നമ്മുടെ എപ്പോഴും മൊബൈൽ ഉള്ളതുകൊണ്ടാണ്. അത് നിരന്തരം നമുക്ക് ഡേറ്റ ഇങ്ങനെ അകത്തോട്ട് വന്നുകൊണ്ടേ ഇരിക്കുക. അത്രയും ഡേറ്റയുടെ ആവശ്യം നമുക്കില്ല. ഇത്തരം കാര്യം നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയേണ്ട കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ. അതുകൊണ്ട് കുട്ടികളോട് ഞാൻ വളരെ ഇതായിട്ട് പറയാറുണ്ട്. ഒരുപാട് ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയ ഉപയോഗം പരമാവധി കുറയ്ക്കുക. പക്ഷെ അവർക്കത് പറ്റത്തില്ല. ഈ കാലം സോഷ്യൽ മീഡിയയുടെ ഒരു പിടിയിൽ നിൽക്കുകയാണ്. മാത്രമല്ല നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഗുരുനാഥൻ അത് നമുക്ക് വേണം. കാരണം ഒരു ഗുരുവിന് മാത്രമേ നമ്മളെ കൃത്യമായ രീതിയിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ മതത്തെ വിശ്വസിക്കുമ്പോൾ ഇപ്പോൾ ഇസ്ലാം മതമായാലും മുസ്ലിം മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ക്രിസ്ത്യൻ മതമാണെങ്കിലും എല്ലാം ഒരു ഗുരുവാണല്ലോ. ജീസസ് ഒരു ഗുരുവാണ്, മുഹമ്മദ് ഒരു ഗുരുവാണ്, മുഹമ്മദ് നബി ഗുരുവാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ പറയുക, ബുദ്ധൻ ഒരു ഗുരുവാണ്. എല്ലാം ഗുരുക്കന്മാരാണല്ലോ. അവരെ ഫോളോ ചെയ്യുന്നവരാണല്ലോ ഈ മതത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ ഈ കാലത്ത് നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയിൽ കോപ്രായം കാണിക്കുന്നവരെ മാത്രമാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം നിങ്ങൾ പോലും ഇപ്പം നല്ല റീച്ചുള്ള ഒരു 2 മില്യൺ ആയിട്ടുള്ള ഒരാൾ ഇതുവരെ നടക്കുകയാണെങ്കിൽ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യത്തില്ലേ? ചെയ്യും. എന്നിട്ട് അപ്പോൾ അവർ പറയുന്ന ആൾക്കാർ കേൾക്കത്തില്ലേ? വിശ്വസിക്കത്തില്ലേ? ആൾക്കാർ വിശ്വസിക്കും. ആൾക്കാർ ഇത് മാത്രമാണ് കാണുന്നത്. എൻ്റെ യാത്രകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ഇന്റേണലായിട്ട് നമ്മളെ തന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആണോ? അത് നിങ്ങൾ നോക്കണം. ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും ഈ ഗാഡ്ജറ്റ് ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ബോധപൂർവ്വം മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്ന് ഞാൻ പറയും.
അരമണിക്കൂർ ട്രൈ ചെയ്ത് നോക്കി. അരമണിക്കൂർ നമ്മൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, ഇന്റേണലായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്കൊരു ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾ കൈ വിറയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടത്തില്ല. അത് പതുക്കെ പതുക്കെ അതിലേക്ക് എത്താനും പറ്റില്ലേ? അത് പതുക്കെ മെഡിറ്റേറ്റ് എത്താൻ പറ്റും. ഇതൊക്കെ എനിക്ക് വന്നത് ഈ പറയുന്ന എക്സ്പെഡീഷൻസ് ചെയ്തപ്പോഴാണ്. ഞാൻ പറഞ്ഞില്ലേ, ചിലിയിൽ അറ്റക്കാമ ഡെസേർട്ട് നടുക്കിരിക്കുമ്പോൾ അവിടെ ഒന്നുമില്ല, അന്റാർട്ടിക്കയിൽ പോകുമ്പോൾ ഒന്നുമില്ല. ഫോൺ നമ്മൾ തുറക്കാറേ ഇല്ല. ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇതിന്റെ ചാർജ് ഡ്രെയിൻ ആയി പോകും. എല്ലാ സമയം ഇവിടെ ചെസ്റ്റിനോട് ചേർത്താലും കീപ്പ് ചെയ്തിരിക്കുന്നത് എയറോപ്ലെയിൻ മോഡിൽ. എഴുതാൻ പറ്റത്തില്ല, ഗ്ലൗ ഇട്ടിരിക്കുക. വായിക്കാൻ പുസ്തകം എടുത്തിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ടെന്റിനകത്താണ് ഇരിക്കുന്നത്, കസേരയില്ല. അങ്ങനെ ഒരു ജീവിതം എങ്ങനെയായിരിക്കും? അതായത് ഇവിടുത്തെ സൊസൈറ്റിയിൽ എന്തൊക്കെ നടക്കുന്നെന്ന് അറിയില്ല, പൊളിറ്റിക്കൽ സ്റ്റേറ്റസും കാര്യങ്ങളും അപ്ഡേറ്റഡ് അല്ല, ഇവിടുത്തെ ഇഷ്യൂസ് അറിയുന്നില്ല. അപ്പം ഒരു വളരെ ഒറ്റപ്പെട്ട വേറെ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ആണല്ലോ. പിന്നീട് ഇതിലേക്കൊക്കെ വരുമ്പോൾ ഉള്ളൊരു റീകൂപ്പിംഗ് മെക്കാനിസം എങ്ങനെയാണ്? വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒറ്റയ്ക്ക് ഈ പറയുന്ന ഒന്നും ഈ പൊളിറ്റിക്സിനെ കുറിച്ചും ഒന്നിനെ കുറിച്ചും അറിയാതിരിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള, ബ്രെയിനിന് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന കാര്യം. ബ്രെയിൻ അധികം കാര്യങ്ങളൊന്നും പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യം മാത്രം ആലോചിക്കുക. ബ്രെയിൻ ഭയങ്കരമായിട്ട് റിഫ്രഷ്ഡ് ആവും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരുപാട് ഐഡിയാസ് വരും. നിങ്ങൾക്ക് കൂടുതലും ചുറ്റുള്ള കാര്യങ്ങളല്ലേ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള മനസ്സിൽ കാണുമായിരിക്കും, അല്ലെ എനിക്ക് ലൈഫിൽ ഇത് ചെയ്യണം. അതൊക്കെ നമ്മൾ ഓരോ ദിവസവും മറന്നു പോവുക. പക്ഷെ ഇങ്ങനത്തെ സാഹചര്യം ഈ അടി തട്ടി ഇതെല്ലാം പുറത്തു വരും. ഭയങ്കര ക്രിയേറ്റീവ് ആവും നിങ്ങൾ. ഞാൻ ചില കഥകളൊക്കെ എൻ്റെ മൈൻഡിൽ തന്നെ ആ സമയത്ത് ഇരുന്നുണ്ടായിട്ട് ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ആ സമയത്ത് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ക്രിയേറ്റീവ് ആവും ഭയങ്കരമായിട്ടും. ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേജാണ്. അതിന് നിങ്ങൾ ഈ മൗണ്ട് എവറസ്റ്റിൽ തന്നെ പോയി ഇരിക്കണമെന്നില്ല. ഇപ്പം ഇവിടെ മറ്റേ വാഗമണ്ണോ മൂന്നാറോ എവിടെങ്കിലും പോയി നിങ്ങൾ ഒരു 2 ദിവസം ഈ സോഷ്യൽ മീഡിയ ഉപേക്ഷിച്ചിട്ട് പോയി ഇരുന്നാൽ തന്നെ നിങ്ങൾ ക്രിയേറ്റീവ് ആവും. ഒരുപാട് ബ്രെയിൻ വേണ്ടാത്ത കാര്യങ്ങൾ. അതെ, നമ്മൾ അനാവശ്യമായുള്ള കാര്യങ്ങളെല്ലാം തലയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലൂക്ല എന്നല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നത്? എയർപോർട്ട് ഇറങ്ങിയപ്പോൾ ഉള്ളൊരു, ഞാൻ അത് കണ്ടപ്പോൾ ആക്ച്വലി ഭയങ്കര ചിരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എയർപോർട്ടല്ലേ? ഒരുപാട് അപകടങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു ഇറങ്ങുന്ന ഒരു? അപകടങ്ങളെ കുറിച്ച് പറയാൻ എനിക്ക് വേറൊരു സിദ്ധാന്തം പറയാനുണ്ട്. നമുക്ക് എല്ലാവർക്കും എന്തുകൊണ്ടാണ് മനുഷ്യൻ പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നത്? എന്തിനാണെന്നോ എന്തുകൊണ്ടാണ് മനുഷ്യന് ഭീതി വരുന്നതെന്നോ അറിയാമോ? എന്തായാലും ഉത്തരം പറഞ്ഞാൽ. നമ്മൾ യൂസ്ഡ് അല്ലാത്തൊരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം ആണ് ഈ ഫിയർ, ഫ്രൈറ്റ്. അൾട്ടിമേറ്റ് ഫിയർ എന്താണ്? അൾട്ടിമേറ്റ് ഫിയർ, എനിക്ക് പേടി മരണം, അപകടങ്ങൾ. അൾട്ടിമേറ്റ് ഫിയർ ഈസ് ഡെത്ത് ആണല്ലോ. അതിന് വലിയൊരു ഫിയർ ഇല്ല. പക്ഷെ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, മരണം സംഭവിക്കത്തില്ലേ? സംഭവിക്കും. ഉറപ്പാണല്ലോ. ഉറപ്പാണല്ലോ. എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അറിയത്തില്ല. നമ്മുടെ മരണം എന്താണെന്ന് അറിയത്തില്ല. ഏത് നിമിഷവും സംഭവിക്കാമല്ലോ. എങ്ങനെ സംഭവിക്കാമല്ലോ? ഹൗ, വൈ, വെൻ ഒന്നും നമുക്കറിയത്തില്ല. ഇതങ്ങ് റിയലൈസ് ചെയ്യുക. ഈ സത്യം നിങ്ങൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിനൊരു ഭീതി ഉണ്ടാകത്തില്ല. മൗണ്ടൻസിൽ ഞാൻ പോകുമ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ മരണം, ഡെഡ് ബോഡിയെ ക്രോസ് ചെയ്ത് പോകുന്നു, അത് ഇത് ഭീകരപ്പെടുത്തുന്ന അവസ്ഥകൾ, ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥകൾ, നിങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യും? ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഭയമില്ല. ഇപ്പം ഞാൻ റിയലൈസ് ചെയ്തു ഏത് നിമിഷവും മരണം സംഭവം. ഇത് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തെ ഓർത്ത് നമ്മൾ എന്തിനാണ് ഭയക്കുന്നത്? ഇപ്പം ചിന്തിച്ചു നോക്ക്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന ഡേഞ്ചറസ് എയർപോർട്ട് ലുക്കില എനിക്ക് ഡേഞ്ചറസ് ആയിട്ട് തോന്നിയിട്ടേ ഇല്ല. കാരണം ഏത് നിമിഷവും സംഭവിക്കാം. നമ്മൾ ഈ മരണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അല്ലെങ്കിൽ അവിടെയാണ് ഈ ഭയം ജനറേറ്റ് ചെയ്യുന്നത്. വലിയ അഡ്വഞ്ചർ ചെയ്യുന്നത്, ചില റെഡ് ബുള്ളൊക്കെ എടുക്കുന്ന അഡ്വഞ്ചേഴ്സ് ഉണ്ട്. അവരൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ ചാവുന്ന വിചാരിക്കും. അവരെങ്ങനെ ചെയ്യുന്നത്? അവർക്ക് ഈ ഭയം ഇല്ലാതെ അവർ മെഡിറ്റേറ്റീവ് സ്റ്റേജിലൂടെ, മെഡിറ്റേറ്റീവ് സ്റ്റേജ് വേണ്ട, ഇതങ്ങ് റിയലൈസ് ചെയ്താൽ മതി. വി കനോട്ട് കൺട്രോൾ ഡെത്ത്. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ദ നെക്സ്റ്റ് മൊമെന്റ്. അത് റിയലൈസ് ചെയ്താൽ പിന്നെ ഈ ഭയം എന്നുള്ള ചോദ്യവും ഉണ്ടാകത്തില്ല, ഒന്നും പേടിയുണ്ട്. അപ്പോൾ ഈ ലുക്ല ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പ്രത്യേകത റൺവേ വളരെ ചെറുതാണ്. കാരണം ഈ ലുക്ല എന്ന് പറയുന്ന ഒരു വലിയ മലയുടെ മുകളിലായിരിക്കുന്നത്. അതിന്റെ ഒരു സൈഡ് ഭയങ്കര കൊക്കയാണ്, സ്റ്റീപ്പായിട്ട് കൊക്കയാണ്. അപ്പോൾ ഈ വിമാനം വന്നിട്ട് കൃത്യം ഈ ഇവിടെ ലാൻഡ് ചെയ്യണം, ഇവിടെ റൺവേ ലാൻഡ് ചെയ്യണം. പറക്കുന്നത് ഈ റൺവേ തീരുന്നതിന് പറന്നു പോകണം. അതുകൊണ്ടാണ് ഇത് ഡേഞ്ചറസ് എയർപോർട്ടാണെന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു വിറയിൽ വരും. കാരണം ഈ ചെറിയ വിമാനത്തെ നമ്മൾ ഈ ലുക്ലയിലേക്ക് പോകുന്നത്, മേഘത്തിന്റെ കിടക്കി പോകുമ്പോഴേ വലിയ വിമാനം നമുക്ക് അത്ര കുലുക്കം ഫീൽ ചെയ്തില്ല. നമ്മുടെ വയറ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. എല്ലാവർക്കും ഒരു പേടി വരും, എനിക്കും വരാറുണ്ട്. പക്ഷെ നമുക്കത് അതിൽ മേളിലോട്ട് പോകാറില്ല. വൺ ഓഫ് ദ ഡേഞ്ചറസ് എയർപോർട്ട് ലുക്ല. പക്ഷെ എന്ത് സംഭവിക്കാന്നൊരു ചോദ്യത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും അതിനെ തരണം ചെയ്യാൻ പറ്റും. കാരണം അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ലോ. ഞാൻ പല ആൾക്കാരും മരണത്തെ ഫേസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ഈ എവറസ്റ്റിൽ 15 മിനിറ്റ് ഓക്സിജൻ ഇല്ലാതെ ഡെത്തിനെ ഫേസ് ചെയ്ത ഒരാളാണ്. അപ്പം നമ്മൾ ഈ നമുക്ക് മരണം ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണെങ്കിലും, ചിലപ്പോൾ ഈ മരിക്കുന്നവർക്ക് ഒരു സന്തോഷകരമായ അവസ്ഥയാണെങ്കിലോ, നമ്മുടെ ബ്രെയിൻ ആണല്ലോ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്.
നിങ്ങൾക്ക് ബ്രെയിനിൽ മരിക്കുമ്പം നമുക്കൊരു മരിക്കുമ്പോൾ ഒരു പെയിൻ ഉണ്ടാവുന്നില്ല പേടി, അത് ബ്രെയിനിൽ കിട്ടുന്നില്ലെങ്കിലോ? നമ്മൾ പുറത്ത് ഈ വേദന പുറമേ കാണുന്നതോ? വേദന ഒരു സ്റ്റേജ് വരെ കാണുമായിരിക്കും. വലിയ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാരെ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് പെയിൻ വരത്തേയില്ല, കാരണം ബ്രെയിനിലേക്കുള്ള ഇത് കട്ടാവും. നമ്മുടെ ബ്രെയിൻ ആണല്ലോ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. എന്നെ കാണിച്ചു തരുന്നതും ഈ സൗണ്ട് കേൾപ്പിക്കുന്നതും എല്ലാം ബ്രെയിൻ ആണല്ലോ. ഒന്നും അറിയില്ല. ചില ആൾക്കാർ കണ്ണടച്ചു കഴിഞ്ഞാലും ഫ്രണ്ടിൽ നടക്കുന്നതൊക്കെ കാണാൻ പറ്റും. അതിന് ട്രെയിനിങ് കുറച്ച് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. എങ്ങനെ അവർ കാണാൻ പറ്റുക? അത് ഒരു ബ്രെയിൻ നിറഞ്ഞ കണ്ണിൽ വീഴുന്ന ആ സിഗ്നൽസിനെ തലച്ചോറിൽ കൊണ്ടുപോയിട്ട് വിഷ്വൽ ആക്കിയിട്ടാണ് എനിക്ക് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതിപ്പോ കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് ആ വിഷ്വൽ കാണാൻ പറ്റിയാലോ? അതാണ് എനിക്ക് മെഡിറ്റേഷനിലും അത് കിട്ടാറുണ്ട്. നമുക്ക് കണ്ണടയ്ക്കുമ്പോഴും ചുറ്റുമുള്ള കാര്യങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ മൊത്തം റിയൽ ആയിട്ടല്ല, നമുക്കൊരു പുതിയ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ബ്രെയിനിന് സിഗ്നൽസ് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഈ മരണം എന്ന് പറയുന്നത് ഒരു എനിക്ക് എങ്ങനെയാണെന്നറിയില്ല, പക്ഷെ അത്ര ഡേഞ്ചർ നമ്മൾ ഭീതിപ്പെടേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ ഭീതി അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് അഡ്വഞ്ചറും ചെയ്യാൻ പറ്റും.